ഹലോ. മോളു, ഞാൻ ഓഫീസെത്തി. വിളിക്കാത്തതോ? അയ്യോ, ഞാൻ ഡ്രൈവിലായിരുന്നു. മറൈൻ ഡ്രൈവ് അല്ലടി, കാർ ഡ്രൈവ് കൊണ്ടിരിക്കുവായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കണം കേട്ടോ. മൂത്തിരുന്ന് കഷഞ്ഞോ, കാത്തിരുന്ന് മുഷിഞ്ഞോന്ന്. എന്താണ് കേസ്? ഡൈവേഴ്സ് വേണം. ആർക്ക്? മോനാണോ മോക്കാണോ? കുഞ്ഞിമോൾക്കാ. കുഞ്ഞുമോനാ? അവർ രണ്ടുപേരും വന്നിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? ഞാനാ കുഞ്ഞിമോള്. ഞാനാ കുഞ്ഞുമോൻ. അല്ല, ഈ വയസ്സായ നിങ്ങൾക്കാണോ ഡൈവേഴ്സ്? എന്നാ ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാ ഡൈവോഴ്സ് ചെയ്യുന്നേ? ഇങ്ങേര് ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുവല്ലയോ? അമ്മച്ചിയാ? നാളെയോ മറ്റന്നാളോ ഒന്നും പറഞ്ഞിരിക്കും. ശരി, ഓക്കെ. നിങ്ങളെ ഫാമിലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എന്താണ്? ഇങ്ങേരെ കെട്ടിയ അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നവാ. എന്നായിരുന്നു കെട്ട്? എന്റെ മോനെ രംഭത്തിലാണോ മകരന്തത്തിലാണോ അമ്മയ്ക്ക് ഓർമ്മയില്ല. പക്ഷെ മഴയുള്ള ഏതോ മലയാള മാസമായിരുന്നു. മലയാള മാസത്തിന്റെ പേര് പറഞ്ഞു കേട്ടോ, രംഭത്തിലാണോന്ന്. എടി, മഴയുള്ള മാസമാണേ അത് അവളോടൊപ്പം ഇരുന്ന എന്റെ നാക്കല്ല, ഞാനും പഴിച്ചു പോകും. എന്റെ അപ്പച്ച അമ്മച്ചി, നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു അത് പറ. കല്യാണം എങ്ങനെയാ കഴിഞ്ഞേന്ന് അല്ലയോ കുഞ്ഞു ചോദിച്ചേ? ആദ്യം അമ്മച്ചിയെ നാദസ്വരം ഇറക്കി താഴെ വെക്ക്. തകിലങ്ങോട്ട് വൈ. ഞാൻ ചോദിച്ചത് താലി കെട്ടി എവിടെയാ? കഴുത്തേ വെച്ച്. കഴുത്തിന് ചുറ്റും നാക്കുള്ള ഓളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പച്ചനോട് ചോദിക്കാം, താലി കെട്ടി എവിടെ വെച്ചാ? കഴുത്തെ വെച്ച് അവള് പറഞ്ഞില്ലേ? അതല്ല. അതായത് നിങ്ങളുടെ കല്യാണം എവിടെ വെച്ചായിരുന്നു അത് പറഞ്ഞാൽ മതി. ഓഡിറ്റോറിയം. അത് കെട്ടി രക്ഷപ്പെട്ട്. അപ്പൊ ഇനി നിങ്ങളുടെ കല്യാണം നടന്ന് ഇത്രയും മുതലായി, എവിടെ മുതലാണ് പ്രശ്നം തുടങ്ങിയത്? ഒരു തീർത്ഥയാത്രയ്ക്ക് പോയവിടെ മുതൽ പ്രശ്നം തുടങ്ങി. എവിടെ തീർത്ഥയാത്ര പോയി? ഗോവ. ഗോവയിലാണോ തീർത്ഥയാത്ര പോകുന്നത്? എന്റെ കാശ് തീർത്ഥയാത്ര. ആ തീർത്ഥയാത്ര അവിടെ ചെന്നപ്പോ ഉണ്ട്, അവിടെ ഈ കടപ്പുറത്ത് സ്വിമ്മിംഗ് പൂളിലും ഒക്കെ സായിപ്പ് മാതാമയൊക്കെ നിക്കറും ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമല്ലോ. ഇത് കണ്ടപ്പോ എവക്കൊന്ന് കുത്തിമറിയണം, എവക്ക് മെർമുട ഇട്ടോണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന്. പിന്നെ എനിക്കും വേണ്ടടാ കൊച്ചെ വസ സ്വാതന്ത്ര്യം. അത് പറയാൻ പോലും അമ്മച്ചിക്ക് വയ്യ. പിന്നെ എന്ത് ചെയ്യാനാ? അവിടെ നിർബന്ധം കാരണം ഞാൻ എന്റെ പാളക്കരയൻ അണ്ടർവെയർ ഊരി അവക്ക് കൊടുത്ത്. അപ്പൊ അപ്പച്ചനാ? എനിക്ക് വേണ്ട ഒരു സ്വാതന്ത്ര്യമൊക്കെ. സ്വാതന്ത്ര്യം കിട്ടിയല്ലോ, പിന്നീട് ഉണ്ടായ കാര്യം പറ. അവൾ ബെർമുട ഇട്ടോണ്ട് ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിനകത്ത് താറാവ് കിടന്ന് നീന്തണക്കതാ, ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നീന്തി കളിക്കുന്നു. ഇത് കൊള്ളാവോ ഈ പ്രായത്തില്? എന്നതാ എന്റെ പ്രായത്തിന് ഒരു കുഴപ്പം? ഇപ്പോഴല്ലേ വയസ്സായത്. കൊച്ചനെ ചെറുപ്പത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ എങ്ങനെ കാണാതെ? ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല. ചെറുപ്പത്തിൽ ഞാനല്ലയോ നിന്നെ വന്ന് കണ്ടത്? ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ എന്തൊക്കെ ചക്കര വർത്താനം പറഞ്ഞതാന്നറിയാവോ? നിങ്ങൾ പറഞ്ഞില്ല? ശ്രീവിദ്യയുടെ നടത്തം, ശീലയുടെ കണ്ണ്, ജയഭാരതിയുടെ നുണക്കുഴി, ഉണ്ണിമേരിയുടെ മൂക്ക്, ഇതൊക്കെയാ എന്നെ കണ്ടപ്പോ പറഞ്ഞത്. ഒരു വസ്തു കച്ചവടം നടക്കാൻ വേണ്ടി നമ്മൾ വസ്തുവിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ എയർപോർട്ട് ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ലുലു മാൾ ഉണ്ടെന്നൊക്കെ പറയത്തില്ലയോ? അത് കച്ചവടം നടക്കാൻ വേണ്ടി അന്ന് കരുതിയാ പോരായോ? സ്നേഹമില്ലാത്തോനാ കൊച്ചേ, ഇങ്ങനെ സ്നേഹമില്ലാത്തോനാ. വർത്താനം പറഞ്ഞ സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? എന്നാ പിന്നെ എന്റെ പിറന്നാളുടെ ഡേറ്റ് എന്നാന്നൊന്ന് പറഞ്ഞേ. ഒരാവശ്യം വന്നപ്പോ പുല്ല് എവിടെ പോയിരിക്കാം? ഏപ്രിൽ 29. എഴുതി വെച്ചിട്ടുണ്ടോ? സ്നേഹമില്ലാത്തോണ്ടാണോ? സ്നേഹം ഉണ്ടാകണ്ടല്ല. കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ചില്ലെന്ന് പറഞ്ഞ അവള് ചെരവായി കയറിഞ്ഞ് എന്റെ തല പൊട്ടിച്ച് ആശുപത്രി കിടന്നായിരുന്നു. ആ ആശുപത്രി ബില്ല് അതിനകത്ത് ഡേറ്റ് ഉണ്ടായിരുന്നു. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല കൊച്ചി. അല്ല, അത് ഞാൻ വേറെ കാര്യം പറയാം. പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, ഈ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞൊരു ബസ് യാത്ര പോലെയാണ്. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, ബസ് കാത്ത് നിൽക്കുമ്പോ ആദ്യം ഒരു ഓർഡിനറി ലോക്കൽ ബസ് വരും. നമ്മൾ ചാടി അതിനകത്ത് ടിക്കറ്റ് എടുക്കും, ബസ് പുറപ്പെടും. പിന്നെയാണ് വരുന്നത് ഈ പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, എക്സ്പ്രസ്, ഡീലക്സ്, എയർ ബസ് എന്നാ നമുക്ക് ഇതിൽ നിന്ന് അതിൽ കയറാൻ പറ്റുമോ? നമ്മൾ ഓൾറെഡി ഈ ലോക്കലിൽ കയറി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞില്ലേ? അതെന്താ വക്കീലെ, മനുഷ്യന്മാര് 4 കാര്യത്തിലാ സംതൃപ്തി ഇല്ലാത്തത്. ഏത് കാര്യം? കാറ്, മൊബൈല്, TV, ഭാര്യ. ഈ 4 കാര്യത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എപ്പോഴും കണ്ടവന്റെ കയ്യിലായിരിക്കും. ഇതിപ്പോ ഇവിടെ പറയാൻ കാര്യം അല്ല, വക്കീൽ ഇങ്ങോട്ടൊരു ഉദാഹരണം പറഞ്ഞു, ഞാനും അങ്ങോട്ടൊരു ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം പണ്ടൊക്കെ ഇങ്ങേരിക്കേ ഊണിലും ഉറക്കത്തിലും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഊണും ഇല്ല ഉറക്കവും ഇല്ലടാ. 40 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. 40 വർഷമായി എന്റെ അമ്മ വീട് വിട്ട് ഇറങ്ങിയിട്ടല്ലേ? കണക്കായി പോയി. ഇങ്ങനെ എന്നെങ്കിലും നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ? ഞാൻ പ്രാർത്ഥിച്ചിട്ടാ കിടക്കുന്നത്. ഞാൻ ബോധവും പ്രേതപ്രാതൊന്നും കാണാൻ. അല്ല, ഈ പ്രാർത്ഥിച്ചിട്ട് കിടന്നാലേ നമ്മൾ ആരും ദുസ്വപ്നം ഒന്നും കാണൂല. ഇപ്പളാ ഇങ്ങേർക്ക് ഞാൻ ദുസ്വപ്നായത്. പണ്ടൊക്കെ ഇങ്ങനെ ഉറങ്ങണമായിരുന്നെങ്കിൽ ഞാൻ പാടണമായിരുന്നു. ഏത് പാട്ട്? ആന്തോളനോ ദോളനോ അരിതരുബ
പറയണ്. ആന്ത്രത്ത്. അപ്പച്ച അമ്മച്ചി പാട്ട് നിർത്തി. ആ ഉറക്കവും നിർത്തി. നന്നായി. അതെ, എന്റെ ഭാര്യ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ മോളു, കൃഷ്ണേട്ടന്റെ കടയിൽ പോകണമെന്നോ? ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് പോകേണ്ട കാര്യമുണ്ടോ? നിനക്ക് പോയി ആവശ്യമുള്ള സാധനം മേടിക്ക്. അത് തന്നെ വൈഫാ വിളിച്ചത്. അവൾക്ക് കൃഷ്ണേട്ടന്റെ കടയിൽ പോകണമെന്ന്. അമ്മച്ചി നോക്കി, ഈ കടയിൽ പോണ കാര്യത്തിലൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാത്ത വല്ല കാര്യമുണ്ടോ? കണ്ടുപടി. കണ്ടാ ആ പുള്ളിക്കാരന്റെ ഭാര്യ കൃഷ്ണേട്ടന്റെ കടയിൽ പോകുന്നതിന് ചോദിച്ചിട്ടാ. അതാണ് അന്തസ്. ഇപ്പോഴത്തെ കാലത്ത് എന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? പെൺകുട്ടികളായ സ്വാതന്ത്ര്യം വേണം. അവര് പോയേച്ചും മിച്ചം വരട്ടെ. സ്വാതന്ത്ര്യ കുഴപ്പം ചെയ്യുന്നത്. കൃഷ്ണേട്ടനെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുന്നു, ദിവസവും കാണുന്നു, സംസാരിക്കുന്നു, സ്നേഹമാവുന്നു. അങ്ങനെ ഒരു സൗഹൃദമൊക്കെ വെച്ചിട്ട് എടി വെച്ച എന്നാ വാ നമുക്കൊരു സിനിമയ്ക്ക് പോവാ. ഇങ്ങനെയൊക്കെ പറയാ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയൊക്കെയാണേ. വെറുതെ അങ്ങ് പറയോ സിനിമയ്ക്ക് പോണെങ്കിൽ പോട്ടെ അങ്ങോട്ട്. സിനിമയ്ക്ക് പോന്നല്ല പറഞ്ഞത്. അങ്ങനെയൊക്കെ സംഭവം. അല്ല, അതെ, കൃഷ്ണേട്ടന്റെ കട ഇപ്പൊ പോകണ്ട കേട്ടോ. ഞാൻ വൈകുന്നേരം വരുമ്പോ സാധനം മേടിച്ചോണ്ട് വരാം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു വെച്ചത്? മറന്നു വെച്ചതോ? മറന്നു വെച്ചതല്ല, പറഞ്ഞു വെച്ചത്. പറഞ്ഞു വെച്ചത് എന്റെ കൊച്ചേ ഇങ്ങേർ കൊടുക്കാത്ത ശാഠ്യവാ. അതോ മറ്റേ വയസ്സായ ആൾക്കാരാ, ചില കൊച്ചുങ്ങളെ സ്വഭാവമാണ് ശാഠ്യം. എനിക്ക് എന്തോ ശാഠ്യം. നിർബന്ധ ബുദ്ധിയാന്നറിയാം. അയ്യോ, എന്റെ നിർബന്ധ ബുദ്ധി ഒന്നുമില്ല. ഇങ്ങേരെ നിർബന്ധ ബുദ്ധിയാ. നിർബന്ധ ബുദ്ധി അതറിയണമെങ്കിലേ അങ്ങേരെ മൊബൈൽ ഒന്ന് പിടിച്ച് പറിച്ചാണ്. അത്രേ ഉള്ളതാ. മൊബൈൽ കൊടുത്തത് ഭാഗ്യായി. ഇല്ലേ ഇങ്ങേര് ഇവിടെ കിടന്നു പെടുത്തേനെ. അഹമ്മദാബാദ് പറയാന്ന് വിചാരിക്കരുത്. അഹമ്മദി പറയാണെന്ന് വിചാരിക്കണം ഞാൻ ഉദ്ദേശിച്ചത്. നാക്ക് പഠിക്കത്തില്ലല്ലോ. നാക്ക് പഠിച്ചാലല്ലേ നാക്കൊളക്കാതിരിക്കൂ. നാക്കൊളക്കാതിരിക്കുന്നത് രണ്ടും കക്കണ, രണ്ടും കണക്കാ. എന്തുവാ ദാണ്ട കോള് വരുന്നു. ഹലോ. ആ വൈകുന്നേരം താമസിക്കുമെന്നോ? ഇനി വൈകുമ്പോഴാണല്ലോ താമസിക്കുന്നത്. ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലേ, നേരത്തെ വരും. ഭാര്യ എന്റെ അവള് വിളിച്ചു ചോദിക്കാ വൈകുന്നേരം താമസിക്കുമെന്ന്. അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ കറക്റ്റ് നേരത്തെ ഇവിടെ ചെല്ലുമല്ലോ. അതിനകത്തൊരു കാര്യമുണ്ട്. വക്കീല് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ആ കൊച്ചിന് വീട്ടിൽ കയറണ്ടായോ? അതുകൊണ്ടായിരിക്കും എപ്പോഴാ വരുന്നതെന്ന് വിളിച്ചു ചിലപ്പോ ആ കൊച്ചു സിനിമയ്ക്ക് എങ്ങാനും പോയി കാണും. അവളെങ്ങും പോയിട്ടില്ലല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അല്ല, മുമ്പേ കൃഷ്ണേട്ടന്റെ കടലോട്ട് പോയില്ലായിരുന്നു. പോയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ചിലപ്പം കൂടെ പഠിച്ച ആരെങ്കിലും വരുമായിരിക്കുമല്ലോ. അങ്ങനെ ചിലപ്പം ഇങ്ങനെ വരുമ്പോ എടീ നീ ഇവിടെയാണോ താമസിക്കുന്നത്? ആ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് നീ എന്നെ കല്യാണം വിളിച്ചല്ലോ. ആ പരിവം പറഞ്ഞപ്പോ എന്നാ പിന്നെ ഒരു ചായ കുടിച്ച് നമുക്ക് പിരിയാവല്ലോ. എന്നാ വാടാ എന്റെ വീട് ഇവിടെ അടുത്താ. അപ്പൊ വീട്ടിലേക്ക് ചെല്ലുന്നു, അവളൊരു ചായ ഇട്ട് കൊടുക്കുന്നു. കൈ കൊടുക്കുമ്പോൾ തട്ടി മുണ്ടയിലോട്ട് വീഴുന്നു. അയ്യോ ഇത് നനഞ്ഞു പോയല്ലോ. എന്നാ പിന്നെ കഴുകടാ, ബാത്റൂമിൽ കയറുന്നു. ഇതൊക്കെ സംഭവിക്കാവുന്നതല്ലേ? ഉള്ളിടത്ത് ഇതൊക്കെയാണ് സംഭവിച്ചത്. അതിനിപ്പോ എന്നതാ, കൂട്ടുകാരാകുമ്പോ ചായ ചിലപ്പം മറിയും. അതിനെന്നാ കുഴപ്പം? എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? ഇതൊക്കെ അവിടെ നടക്കുന്നെന്നാ ഞാൻ പറഞ്ഞു. വീട്ടിലാരടി കയറ്റി ഇരുത്തിരിക്കുന്നത്? ഇറക്കി വിടറി അവനെ, മര്യാദക്ക് ഇറക്കി വിടാ. നിന്റെ കാമുകനായിട്ട് വീട്ടിനകത്ത് സല്ലാമല്ലേ? എടി ഒന്നുകിൽ നീ അല്ലെങ്കിൽ നീ ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. ഇത്രയും മതിയോ? അതാ വീട്ടിൽ പോയി രണ്ടും പൊട്ടിക്കണം. അതൊക്കെ ഡൈവേഴ്സിലോട്ട് എഴുതി അയക്കട്ടെ. രണ്ടും കൂടെ രാവിലെ ഒരുക്കി കെട്ടി ഒന്നേക്കാണ് എന്നെ വടിയവരാക്കാനായിട്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ഭാര്യ ഭർത്താവ് തമ്മിലെ വലിയ സഹകരണമാണ്. അവർക്കറിയാം പരസ്പര വിശ്വാസം എന്താണെന്ന്. അതായത് ഇപ്പോഴത്തെ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ആണ്, ബോണ്ടിങ്, പരസ്പര വിശ്വാസം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഡിവോഴ്സ് വേണമെന്ന് പറയും. കുറെ നേരം ഒന്നിരിക്കണല്ലോ. ഈ ഡിവോഴ്സിനുള്ള ശക്തമായ എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങൾ പറഞ്ഞോ? കാരണമുണ്ട്. ഉണ്ടെങ്കിൽ പറ. ഇങ്ങേരുടെ കൂർക്കം വലി 40 കൊല്ലം കൊണ്ട് ഞാൻ സഹിക്കുക. 40 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഡിവോഴ്സോട്ട് നിങ്ങളുടെ കൂർക്കം വലിക്ക്. അതെ, എനിക്ക് 4 പെങ്കൊച്ചുങ്ങളാ. ഇവരേനൊക്കെ കെട്ടിച്ചു വിടണമെങ്കിൽ ഇയാള് വേണം. ഇല്ലെങ്കിൽ ഇവരേനൊക്കെ കെട്ടിച്ചു വിടുമ്പോ ഞാൻ ചക്രശ്വാസം വലിക്കില്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഡിവോഴ്സിന് വന്നത്. ഇപ്പോഴാകുമ്പോ എന്റെ പെൺമക്കളെല്ലാം ഞാൻ കെട്ടിച്ചു വിട്ടു. ഇനി എനിക്ക് സമാധാനായിട്ടൊന്ന് ഉറങ്ങണം. അതിന് 2 മുറി കിടന്ന് ഉറങ്ങിയാ പോരാ പറ്റി? അത് പറ്റത്തില്ലടാ. എനിക്ക് അവരുടെ ആന്തോളം കേൾക്കാതെ നടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. എന്റെ അപ്പച്ച അമ്മച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ചില വിവരക്കേട് ചില ആൾക്കാർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത്. ഈ രാജ്യത്ത് എന്തെല്ലാം കേസുകളുണ്ടെന്ന് അറിയാമോ? വെട്ട്, കൊലപാതകം, മോഷണം, സ്ത്രീപീഡനം, വെടിവയ്പ്. കപ്പയും മുളകും അല്ല. ഇറങ്ങി വെളിയില് ഇനി മേലെ ആന്തോളനം പോലെ പാടണ്ടടി. ഞാൻ വഴി കടന്നു ചിലപ്പോ ഉറങ്ങും. ഹലോ എടി, വൈകുന്നേരം വരുമ്പോഴേ എന്നെ ഉറക്കം ഒരു കിടുക്ക് പാർട്ടി കിട്ടിയിട്ടുണ്ട്. എന്താ? ആന്തോളനോ തോളനോ.